الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള അളവറ്റ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും. സത്യവിശ്വാസികളും വിശ്വാസിനികളും മരണത്തെ ഏത് സമയവും പ്രതീക്ഷിച്ചിരിക്കുന്നവരും പ്രതീക്ഷിച്ചിരിക്കേണ്ടവരുമാണ്. അല്ലാഹു തആല നമ്മോട് മരണത്തെ സംബന്ധിച്ച് അവൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മൗത്ത് എന്ന വാക്ക്, തവഫ എന്ന വാക്കൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചു പോകലല്ല, മറിച്ച് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ജീവിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അള്ളാഹുവിലേക്ക് പോകുന്നതിനുള്ള സന്തോഷവാർത്ത നമ്മെ അറിയിക്കുമ്പോൾ നാം അതിനെ സ്വീകരിച്ച് അള്ളാഹുവിലേക്ക് സന്തോഷത്തോടെ പോകേണ്ടവരാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്ന അല്ലതി കുന്തും തൂഅദൂൻ. തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്ത്, അള്ളാഹു അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ
അവരുടെ മരണത്തിൻ്റെ സമയത്ത് അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ അവരുടെ അടുക്കൽ വരികയും അവനോട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വചനങ്ങൾ, വാക്കുകൾ പറയുകയും ചെയ്യും. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കാനൊന്നുമില്ലാട്ടോ, വിഷമിക്കാനുമില്ല, ദുഃഖിക്കാനുമില്ല. നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു വാക്ക് പറഞ്ഞ സ്വർഗം ഇതാ, നിങ്ങൾ സന്തോഷിച്ചോ എന്ന് അവർ നമ്മോട് പറയുമെന്നാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല. അവൻ നിശ്ചയിച്ച സമയത്ത് തീർച്ചയായും ഒരു തഖ്ദീമോ തഖീറോ, മുന്തിക്കലോ പിന്തിക്കലോ ഇല്ലാതെ അവൻ കൊണ്ടുപോവുകയും ചെയ്യും. ഒരു വൈദ്യനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നിലയിൽ ഉള്ള ഒരു വസ്തുവിനോ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ആ മരണത്തെ പിന്തിക്കാനോ മുന്തിക്കാനോ സാധ്യമല്ല. ചില ആളുകൾ ചിലപ്പോൾ ഒരു 100 കടന്നേക്കാം, ചില ആളുകൾ 60, 70, 20, 30, 40 അങ്ങനെ പല നിലയിലും ജീവിക്കാം. എന്നിരുന്നാലും ഒരു ദിവസം നാം എല്ലാവരും മരിക്കും. ആ ഒരു മരണത്തെ ഓർത്തുകൊണ്ടും ആ ഒരു മരണത്തിനുള്ള തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടുമായിരിക്കണം നാം എല്ലാവരും ജീവിക്കേണ്ടത്. ഏത് മേഖലകളിൽ നാം ബന്ധപ്പെടുമ്പോഴും നമ്മുടെ മരണത്തെ നാം മറക്കരുത്. അങ്ങനെ മറക്കാതെ ഉള്ള ഒരു ജീവിതത്തെ നാം വാർത്തെടുത്താൽ ഇന്ന് നാം കാണുന്ന ഒരുപാട് അനാചാരങ്ങളും അക്രമങ്ങളും അനിസ്ലാമിക പ്രവണതകളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും തീർച്ചയായും. പക്ഷെ നാം ഇത് പറയുമ്പോൾ ഓർക്കും, പിന്നീട് അത് മറന്നു കളയും. അത് പിശാചിൻ്റെ ശക്തമായ ഒരു കുതന്ത്രത്തിൽപ്പെട്ടതാണ്. മരണചിന്ത ഉണ്ടാവുക എന്നതാണ് സത്യവിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. മരണചിന്തയെ ഓർത്തുകൊണ്ടുള്ള നമ്മുടെ കർമ്മങ്ങൾ മൂർച്ചയുള്ള വാളുകൊണ്ടോ അല്ലെങ്കിൽ മഴുകൊണ്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടോ മുറിക്കുന്നത് പോലെയാണ്. മരണചിന്ത ഇല്ലാത്തത് ജീവച്ഛവമായ ഇബാദത്തുകൾ, കർമ്മങ്ങളുമാണ്. നമ്മുടെ മരണത്തിന് ശേഷം നാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറമാടും. എങ്ങനെയെങ്കിലും മറമാടിയതിന് ശേഷമുള്ള നമ്മുടെ ജീവിതമാണ് ഒറിജിനൽ യഥാർത്ഥ ജീവിതം. ഇപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരു സ്വപ്ന കഥകളിലും സ്വപ്നത്തിലും ഉറക്കത്തിലുമാണ്. ഇപ്പോൾ നമ്മോട് എന്ത് പറഞ്ഞാലും നമുക്കത് മനസ്സിലാകില്ല. മനസ്സിലാകുന്ന ഒരു സമയം, ആ സമയം അവിശ്വാസികളായ ആളുകളുടെ അടുക്കലേക്ക് ആ സമയം വരുമ്പോൾ അവൻ വെപ്രാളപ്പെടും, അവൻ വിഷമിക്കും, റബ്ബിർജിഊൻ എന്ന് ആവശ്യപ്പെടും. പടച്ചോനെ, എനിക്ക് ഒരല്പവും കൂടി നൽകണേ എന്ന്. സത്യവിശ്വാസിയാണെങ്കിൽ അവനതൊരു സംഭാവന, ഒരു തഹിയ്യത്ത്, ഒരു കാഴ്ച അവന് ലഭിക്കുന്നത് പോലെയാണ്. വിശുദ്ധ വചനം ഉച്ചരിച്ച് അവൻ അള്ളാഹുവിൻ്റെ ലിഖാഇനെ കണ്ട് അനുഗ്രഹീതനായ നിലയിൽ അവൻ പോകും. അവിശ്വാസിയാണെങ്കിൽ വെപ്രാളപ്പെടും. എൻ്റെ ജീവിതം തീർന്നല്ലോ, ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയായിരുന്നല്ലോ എന്നോർത്ത് അവൻ വിലപിക്കാൻ തുടങ്ങും. ഒരു സായ അല്ലെങ്കിൽ 2 സായ, 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മിനിറ്റും കൂടി നിങ്ങൾ എനിക്ക് നൽകുമോ എന്ന് അവൻ ആവശ്യപ്പെടും. കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീലമൻ റാഖ്, മന്ത്രിച്ച് ചികിത്സിച്ച് ആരെന്നെ രക്ഷപ്പെടുത്തും എന്ന് അവൻ വിലപിക്കും. ഈ ഒരു അവസ്ഥ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകരുത് സഹോദരങ്ങളെ. അതിനു വേണ്ടിയാണ്
അള്ളാഹു നമുക്ക് നൽകിയ ഈ ദീനും ഇതിലുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും ചിട്ടയോടു കൂടിയുള്ള ജീവിതവും അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസങ്ങളും. കുല്ലു നഫ്സിൻ, എല്ലാവരും ദായിഖത്തുൽ മൗത്തി, മരണത്തെ അനുഭവിക്കേണ്ടി വരും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും, നിങ്ങൾക്ക് കൂലി പൂർണ്ണമായി തരുന്നത് യൗമൽ ഖിയാമ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന അന്ത്യദിനത്തിലാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്നും അന്ന് ആര് രക്ഷപ്പെട്ടോ, വ ഉദ്ഖിലൽ ജന്ന, ആര് സ്വർഗത്തിൽ പ്രവേശനത്തിന് ചാൻസ് ലഭിച്ചോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ്ദുനിയ, ഈ ഭൂമിയിലെ ജീവിതം ഇല്ലാ മതാഉൽ ഗുറൂർ, വെറും ചതി മാത്രമാണ്, വഞ്ചന മാത്രമാണ്. ഐനമാ തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെ മരണം പിടിപെടുക തന്നെ ചെയ്യും. വലോ കുന്തും ഫീ ബുറൂജി മുശയ്യദ, എത്ര ശക്തമായ കോട്ടയിലാണെങ്കിലും ശരി. വിശ്വസിച്ചവരെ ഇത്തഖുല്ലാ ഹഖ്ഖ തുഖാത്തി, അല്ലാഹനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണേ. വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ഇങ്ങനെയുള്ള നിരവധി ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാം. ഇനി നാം മനസ്സിലാക്കേണ്ടത്, മരണം എന്നത് നാം പറഞ്ഞതുപോലെ നമുക്കൊരു സംഭാവനയാണ് വിശ്വാസികൾക്ക്. ആ സംഭാവന ആക്കണം ഞാനും നിങ്ങളും. ഒരു മുറിയിൽ നിന്നും അടുത്തൊരു മുറിയിലേക്കുള്ള താൽക്കാലികമായ ഒരു മാറിത്താമസമാണ് നാം ഇവിടെ വന്നത്. ഉമ്മയുടെ വയറ്റിൽ നിന്നുള്ള ജീവിതവും ഇന്ത്യക്കാലുൻ ഇലാ ദാരിൻ ഇലാ ദാർ, ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കുള്ള മാറിത്താമസിക്കലാണ്. ഉമ്മയുടെ വയറിൽ നിന്നും നാം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്, വിഷമമാണ്, കരച്ചിലാണ്. ആ കരഞ്ഞ കുട്ടിയുടെ അവസ്ഥ കാരണം അവന് സുഖമായി ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നു, അവന് വായു ലഭിച്ചുകൊണ്ടിരുന്നു. ഇനി ഇവൻ ഏതൊരു ലോകത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇവിടെയുള്ള സൂര്യനെയും ഇവിടെയുള്ള ചന്ദ്രനെയും ഇവിടെയുള്ള ജീവിത സുഖങ്ങളും വെളിച്ചവും വായുവും വെള്ളവും ഒക്കെ അനുഭവിച്ചപ്പോൾ ഉമ്മയുടെ വയറിൽ നിന്നും അവൻ പോരാൻ എത്ര പ്രയാസം അവനുണ്ടായിരുന്നോ, വിഷമം പ്രകടിപ്പിച്ചു, അതേപോലെ വേറൊരു വിഷമവും. എന്നാൽ അവൻ അടുത്ത ലോകത്തേക്ക് വന്ന് അവിടെയുള്ള വെളിച്ചവും തെളിച്ചവും വായുവും പ്രകാശവും ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ അവനിനി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയേയില്ല. ഏതുപോലെ നാം ഇനി നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്തതുപോലെ സത്യവിശ്വാസി ആയിക്കൊണ്ട് മരിച്ചു പോയവൻ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ പ്രതിഫലവുമെല്ലാം അവന് ലഭിക്കുമ്പോൾ ഇനി ഈ ഭൂമി ലോകത്തേക്ക് മടങ്ങി വരാൻ അവൻ ആഗ്രഹിക്കുകയില്ല. എന്നാൽ ഒരാൾ ആഗ്രഹിക്കും, ഷഹീദ്. അവൻ ഇനിയും ഇവിടെ വന്ന് ഇതേപോലെ തന്നെ റബ്ബിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് വീണ്ടും ഷഹീദായി അവൻ വീണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത പ്രതിഫലം കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കും. അല്ലാതെ സാധാ മരണപ്പെടുന്ന ഒരാളും ഇനി ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് രണ്ടാമത് ഇവിടെയുള്ള ഒരു ജീവിതം അവൻ ആഗ്രഹിക്കുകയില്ല. ആര്? സത്യവിശ്വാസികളും വിശ്വാസിനികളും. അല്ലാത്തവരാണ് നാം മുമ്പേ പറഞ്ഞ വെപ്രാളവും വിഷമവും പ്രയാസവും ഒക്കെ അനുഭവിച്ച് എനിക്കൊരല്പസമയവും കൂടി നിങ്ങൾ മടങ്ങിത്തരുമോ എന്നവൻ ആവശ്യപ്പെടുന്നത്. മലക്കുകൾ വന്ന് അവനെ വാരിക്കൊണ്ടു പോകുമ്പോൾ, അവൻ്റെ ആത്മാവ് ഓരോ ലോകവുമായി കയറിപ്പോകുമ്പോൾ എന്തെന്നില്ലാത്ത സുഗന്ധവും പരിമളവും ആ വാനലോകത്തുള്ള മാലാഖമാർ, അഥവാ വിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോയ നല്ല മനുഷ്യർ അവരുടെ ആത്മാവുമായി കൊണ്ടുപോകുമ്പോൾ ആരുടേതാണിത് എന്നവർ അത്യാഹ്ലാദത്തോടെ സന്തോഷത്തോടെ ചോദിക്കും. ഇന്നാലിന്ന മനുഷ്യൻ്റേതെന്ന് പറയുമ്പോൾ അവരും നമുക്ക് വേണ്ടി സഹോദരങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വിശ്വാസത്തിലേക്കും ഈ ഒരു അവസ്ഥയിലേക്കും ഞാനും നിങ്ങളും എത്തിച്ചേരണം. അതിന് ഒന്നേ മാർഗമുള്ളൂ, മരണചിന്തയെ നാം അധികരിപ്പിക്കണം. മരണചിന്തയെ അധികരിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും നാം ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഒരാളെയും വഞ്ചിക്കാനോ ചതിക്കാനോ കളവ് പറയാനോ പലിശ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാനോ
വ്യഭിചാരത്തിലേക്ക് പോകാനോ മറ്റു അനിസ്ലാമിക പ്രവണതകളുമായി ബന്ധപ്പെടാനോ ഒരാൾക്കും കഴിയില്ല. മരണചിന്തയെ ഓർമ്മിപ്പിക്കലും അധികരിപ്പിക്കലും ഖബർ സിയാറത്തുമെല്ലാം സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകും. മനുഷ്യൻ എന്ന നിലയിൽ മറവിയുള്ളവരാണ് നാം, ഇൻസാൻ മറവിയുള്ളവരാണ്. ആ മറവിയുള്ള നമ്മെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ചിന്തയും ഖബർ സിയാറത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ശനിയാഴ്ചയും ഉഹദിൽ പോകുമായിരുന്നു. ചിലപ്പോൾ നടന്നു പോകും, ചിലപ്പോൾ വാഹനത്തിൽ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും പോകും. അവർക്ക് ചെന്ന് സലാം ചൊല്ലും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബഖീഇൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകും, മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി അവരോടൊക്കെ വേണ്ടി സലാം പറയും. എന്തിനാണ് പുന്നാര റസൂലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? റസൂൽ പോലും മരണചിന്തയെ അധികരിപ്പിക്കുകയും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ ഉത്സാഹം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒരു വേള പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഇത് കണ്ട് അദ്ദേഹം ഖബർ സന്ദർശിക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ തന്നെ അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീണ്ട ദാടി രോമങ്ങൾ നനഞ്ഞ് കുതിർന്ന് ഉള്ള ഒരവസ്ഥ വരുമായി. ചോദിക്കപ്പെട്ടു, എന്താണ് ഇതിന് കാരണം? നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പിന്നീട് ഒരു പ്രശ്നവുമില്ല. ഇവിടെയെങ്ങാനും ഇടങ്ങേറും കട്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പിന്നീടുള്ള എൻ്റെ ജീവിതം കട്ടപ്പുകയാണ്, അല്ലെങ്കിൽ പരാജയത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഖബറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു ചിന്തയിലാണ് ഞാൻ കരയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പുത്തൻപള്ളിയിലും പോകാറുണ്ട്, നൈനാര് പള്ളിയിലും പോകാറുണ്ട്, അപ്പുറപ്പള്ളിയിലും വേറെ പല പള്ളികളിലുമൊക്കെ നമ്മുടെ പല ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഖബർ സന്ദർശനത്തിനും പരിപാലനത്തിനും അടക്കാനുമൊക്കെ നാം പോകാറുണ്ട്. നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു മനംമാറ്റം, ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടില്ല? നമ്മുടെ ഹൃദയം കടുത്തുപോയ ഹൃദയവുമായിട്ടാണ് ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും പള്ളിയിൽ വരുന്നതും ഏത് പ്രവർത്തനങ്ങളും ചെയ്യുന്നത് അല്ല. ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓരോർമ്മയും ചിന്തയും ഉണ്ടായിക്കൊണ്ട് മരണചിന്തയെ എപ്പോഴും ഓർത്തുകൊണ്ട് ഇരിക്കുന്നതിനാണ് അള്ളാഹുവിൻ്റെ റസൂല് മയ്യത്ത് പരിപാലനത്തിന് ഉന്നത കൂലിയുണ്ട് എന്ന് പറഞ്ഞത്. ഒരാൾ നിസ്കാരത്തിൽ പങ്കെടുത്താൽ 1 ഖിറാത്തും ബാക്കി ദഫനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെട്ട 2 ഖിറാത്തും ഉണ്ടെന്ന് പറഞ്ഞു. ഉഹദ് മലയേക്കാൾ കൂലിയ ഖിറാത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. എന്തിനാണിത് പറഞ്ഞത്? ഈ മയ്യത്ത് സന്ദർശനത്തിലും മയ്യത്ത് ഖബറടക്കുന്നതിലും എല്ലാം പങ്കെടുക്കുമ്പോൾ അവൻ്റെ മനസ്സിനൊരു വിഷമവും, അഥവാ ഞാനും ഇങ്ങോട്ട് വരേണ്ടവനാണല്ലോ. മയ്യത്ത് ചുമക്കുമ്പോൾ പോലും മരണചിന്ത അധികരിപ്പിച്ചുകൊണ്ട് ചുമക്കണമെന്നാണ്. അതുകൊണ്ടാണ് അന്നേരം പോലും ദിക്റുകൾ അല്ലെങ്കിൽ മറ്റ് സംസാരങ്ങളൊന്നും വേണ്ട. തൻ്റെ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം മയ്യത്തിനെ ചുമക്കേണ്ടത് പോലുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇത്ര അധികം മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഊന്നൽ നൽകി പറയുന്ന വിശ്വാസികളെ, നാം എന്തുകൊണ്ട് പിന്നെയും അനിസ്ലാമിക പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെടുന്നു? നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മറ്റ് ബന്ധജനങ്ങളെല്ലാം. എത്ര ഉപദേശങ്ങളാണ് നാം കേൾക്കുന്നത്? മറ്റു മതസ്ഥർക്ക് ഇങ്ങനെ ഒന്നേയില്ല. അതായത് നാം പറയുന്നത് പോലെ, നാം കേൾക്കുന്നത് പോലെ വ്യവസ്ഥാപിതമായ ചില ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ മരണവുമായി ബന്ധപ്പെട്ട ഇത്രയധികം താക്കീതുകളൊന്നും അവർക്കില്ല. അവരെ പോലെ അല്ലല്ലോ ഞാനും നിങ്ങളും. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആധികാരികതയുണ്ട് എല്ലാ കാര്യങ്ങളിലും. നമ്മിൽ നിന്നും ഓരോരുത്തരും മരണപ്പെടുമ്പോൾ അത് നമ്മുടെ ഭാര്യമാരാകട്ടെ, പുന്നാര മക്കളാകട്ടെ, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ബഹുമാന്യരായ പിതാക്കന്മാരോ മാതാക്കളോ നമ്മുടെ സഹപാഠികളോ ആരാകട്ടെ,
വെറുതെ കൊണ്ടുപോയി കബറടക്കി മണ്ണ് ഇട്ട് തിരിച്ചു വരാനല്ല ഇസ്ലാം പറയുന്നത്. ഓരോന്നും നമുക്ക് ഗുണപാഠം. ഒരു മയ്യത്ത് നമ്മുടെ അടുക്കൽ വന്ന് കിടക്കുമ്പോൾ നാളെ ഈ സമയത്ത് ഞാനായിരിക്കും ഇവിടെ എന്ന് നാം ചിന്തിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ഞാൻ സംസാരിച്ചു, നിങ്ങളെല്ലാവരും ഇങ്ങനെ കേട്ടു. ഞാൻ ചിന്തിക്കാത്തത് അള്ളാഹുവിൻ്റെ വിധിയിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും ഉണ്ടായി. കഴിഞ്ഞ വെള്ളി കഴിഞ്ഞു, ശനിയായപ്പോഴേക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് മകനെ കൊണ്ടുപോകണമെന്ന് തീരുമാനമുണ്ടായി. നമുക്കാർക്കറിയാം, നാളെയും വരുന്നു ശനി, ഞായർ, തിങ്കൾ. നമ്മുടെ ഡേറ്റ് എത്തി എന്ന് എങ്ങനെ നാം തീരുമാനിക്കും? അറിയില്ലല്ലോ. നാം എല്ലാവരും നല്ല ആരോഗ്യവാന്മാരാണ്. അവനും ആരോഗ്യവാനായിരുന്നു. പക്ഷേ സമയമെത്തിയപ്പോൾ ആരോഗ്യമോ അല്ലെങ്കിൽ അവൻ്റെ മരുന്നുകളോ അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകളോ ഒന്നും സഹോദരങ്ങളെ തടസ്സമല്ല. റബ്ബ് കൊണ്ടുപോയിരിക്കും. ഏത് സമയത്ത് നാം റബ്ബ് വിളിച്ചാൽ പോകാൻ റെഡി ആയിരിക്കണം. അങ്ങനെ റെഡി ആവണമെങ്കിൽ നാം നല്ല മനുഷ്യരാവണം, ശുദ്ധ ഹൃദയക്കാരായിരിക്കണം. ഒന്ന്. രണ്ടാമത്, ആ ശുദ്ധ ഹൃദയത്തിൽ നിന്നും വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളും അമലു സ്വാലിഹാത്തുകളായി മാറണം. ഖബർ നമ്മോട് എല്ലാ ദിവസവും പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ഭവനമാണ്, ഒഴുക്കളുടേതാണ്, ഇരുളാണിവിടെ. അള്ളാഹു അനുഗ്രഹിച്ചവർക്കല്ലാതെ ഇവിടെ ഒരു രക്ഷയുമില്ല. സഅദ് റളിയല്ലാഹു അൻഹു ഉന്നതനായ സഹാബിയ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ പോലും ഖബർ ഞെരുക്കി. ഒന്നും ഞെക്കാതെ ഖബർ ഒരാളെയും വെറുതെ വിടില്ല. സഹോദരങ്ങളെ, അതിനുശേഷം നമുക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? ഇവിടെ നാം താൽക്കാലമായി വന്നു, വിഷമങ്ങളും വേദനകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട് ഇവിടെ. അവിടെ അങ്ങനെ ഒന്നേ ഇല്ല. സുഖമാണെങ്കിൽ ഇനി എന്നേക്കും അവൻ സുഖത്തിലായിരിക്കും, അവൾ സുഖത്തിലായിരിക്കും. ദുഃഖമാണെങ്കിൽ പിന്നെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. സത്യവിശ്വാസികൾ ഒഴികെ അള്ളാഹു തീരുമാനിച്ച സമയം കഴിയുമ്പോൾ പിന്നീട് അവർക്ക് സുഖം കൊടുക്കും. അല്ലാത്തവർക്ക് എന്നും എന്നും പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമായിരിക്കും. അതുകൊണ്ടാണ് പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ശത്രുവായിരുന്നിട്ട് പോലും അബൂജഹലിൻ്റെ വീട്ടിൽ നിരന്തരം ചെന്ന് അദ്ദേഹത്തെ ഈ വിശുദ്ധ വചനത്തിൻ്റെ ആളായി മാറാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടേയിരുന്നത്. ഓരോ മാർക്കറ്റുകളിലും ചന്തകളിലും വീടാന്തരം റസൂൽ കയറി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മരണസമയത്ത് പോലും തൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠൻ്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഹാദത്ത് സാക്ഷി നിൽക്കാം എന്ന് ഓഫർ ചെയ്തത്. പക്ഷെ നടന്നില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ നേർവഴി കൊടുക്കൂ. എൻ്റെ സഹോദരങ്ങളെ, റസൂലിനുള്ള ഈ ഒരു ആഗ്രഹം, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീമുൻ, നമ്മളോട് അളവറ്റ സ്നേഹമാണ്. എന്തിൻ്റെ കാര്യത്തിലാണ്? നമുക്ക് കുറേ വീടുണ്ടായി കാണാനോ, അല്ലെങ്കിൽ നമ്മൾ കുറേ സമ്പത്തുണ്ടായി കാണാനോ, അല്ലെങ്കിൽ നമ്മളിവിടെ പ്രതാപമുള്ളവരായി കാണാനോ അല്ല. നാം രക്ഷപ്പെടുന്നവരായി മാറാൻ. എപ്പോൾ രക്ഷപ്പെടാൻ? നാളെ മരണത്തിന് ശേഷമുള്ള അടിസ്ഥാന ജീവിതത്തിൽ രക്ഷപ്പെടാൻ. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ ഒരു ഉത്തരവാദിത്വവും ഒരു തിന്മയും ഏൽക്കൂല. ഒരു പിതാവും ഒരു മകനെയോ, ഒരു മകനും ഒരു മാതാവിനെയോ പിതാവിനെയോ രക്ഷപ്പെടുത്താൻ കഴിയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. എല്ലാവർക്കും തിരക്കുണ്ട്, ജോലിയുണ്ട്. എല്ലാവരും നഫ്സേ എന്നായിരിക്കും ഓർമ്മ. പ്രവാചകന്മാർ പോലും. നമ്മുടെ നബി മാത്രമാണ് അതിന് വിപരീതമായി ഉമ്മത്തി എന്ന വാക്ക് പറയുക. ബാക്കിയുള്ളവർക്കെല്ലാവർക്കും അവരവരുടെ നഫ്സിൻ്റെ കാര്യമാണ് ഓർമ്മയും ചിന്തയും വരിക. സഹോദരങ്ങളെ, നാം കഠിനാധ്വാനം ചെയ്തേ പറ്റൂ. എന്തിനു വേണ്ടി? മരിക്കാൻ വേണ്ടി. എങ്ങനെ മരിക്കാൻ? മുസ്ലിമായി മരിക്കാൻ. ഈ കാര്യമാണ് ഇബ്രാഹിം നബി മക്കളോട് വസിയത്ത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മക്കൾ യാക്കൂബ് നബിയും ഇസ്ഹാഖ് നബിയും വസിയത്ത് ചെയ്തത്. ഈ കാര്യമാണ് യൂസുഫ് നബിക്ക് എല്ലാ അധികാരവും അള്ളാഹ് കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന,
സുലൈമാൻ നബിക്കും ഈ വിഷയത്തിൽ തന്നെയാണ് പ്രാർത്ഥന. എല്ലാ പ്രവാചകന്മാരും അവസാനം നന്നാക്കണേ എന്നാണ് നബിയുടെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഹസിൻ ആഖിബത്തന, പടച്ചോനെ അന്ത്യം നന്നാക്കി തീർക്കണമേ. നമുക്കുണ്ടോ സഹോദരങ്ങളെ ഈ ഒരു ആവലാതിയും വേവലാതിയും? തജഹ്ഹസൂ ലിഖുബൂരിക്കും, നമ്മുടെ ഖബറിന് വേണ്ടി നാം റെഡിയാവണം. ഇന്നൽ ഖബർ, തീർച്ചയായും ഖബർ എല്ലാ ദിവസവും നമ്മോട് സംസാരിക്കുന്നുണ്ട്. നാം അതിലെ പള്ളിയുടെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും വാഹനത്തിലും ബൈക്കിലുമൊക്കെ പോകുമ്പോൾ ഖബർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം തൽക്കാലം നാം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു നബിമാരെ നിയോഗിച്ചത്. ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്, ആ വിവരം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോടിത് പറയുന്നത്. അതായത് നബിമാർ നമ്മോട് പറഞ്ഞത്. ആ കേൾക്കുന്ന പറയുന്ന സംസാരം അനുഭവത്തിൽ വരുന്നത് സഹോദരങ്ങളെ നാം ആ ഇരുളിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ്. 2 3 ഒക്കെ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ നല്ല കണ്ണ് പോകും, നമ്മുടെ വയറുകൾ പോകും, നമ്മുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി മാറും. പുഴുക്കളും മറ്റ് വസ്തുക്കളും മത്സരിച്ച് നമ്മെ ഭക്ഷിക്കും. അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ, നബിമാരൊഴികെ. അള്ളാഹു അവരെ അതിൽ നിന്നും കാത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ഈ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു അലസത, അഥവാ മരണത്തിൻ്റെ വിഷയത്തിലുള്ള അലസത, ഭൗതികതയിൽ ജീവിക്കാൻ നമുക്ക് ഒരലസതയുമില്ല. രാവും കഷ്ടപ്പെടുന്നുണ്ട്, ഖബറും നാം കഷ്ടപ്പെടുന്നു, രാത്രിയിലും നാം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഖബറിന് വേണ്ടിയുള്ള ജീവിതത്തിൽ നാം അലസതയാണ്. എന്നാലോ എല്ലാവരും പോയേ പറ്റൂ, പോവുക തന്നെ ചെയ്യും. മാത്രമോ ഓരോ ദിവസവും 1 2 3 മയ്യത്തുകളെ നാം അടക്കിക്കൊണ്ടേയിരിക്കുന്നു. ആണും പെണ്ണും, ചെറുതും വലുതും, കുട്ടികളും, നാട്ടിലും മറ്റു മറുനാട്ടിലുമായി. പക്ഷെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വന്നാലും സഹോദരങ്ങളെ നമുക്കൊരു ചേഞ്ചേ വരുന്നില്ല. സഹാബികളെ മാറ്റിയത് ഈ വിശുദ്ധ ഖുർആനാണ്. പുന്നാര നബിയുടെ പുന്നാര വാക്കുകളാണ്. അവരാരായിരുന്നു? വളരെ മോശം അവസ്ഥയിൽ ജീവിച്ചവരും പ്രവർത്തിച്ചവരുമായിരുന്നു. വെളിച്ചം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. നമുക്കറിയാം വെളിച്ചം എന്താണെന്ന്. കാരണം എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ട് ഈ ഖുർആൻ, സുന്നത്തുണ്ട്, മൊബൈലിലുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സൗകര്യവുമില്ലായിരുന്നു. എന്നിട്ടും അവരെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശിച്ചപ്പോൾ കുറേ ആളുകളൊക്കെ തിരിഞ്ഞു നിന്നെങ്കിലും നല്ല ഒരുപാട് മനുഷ്യന്മാർ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമായിട്ട് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. അവരുടെ പിൻഗാമികളാണ് സഹോദരങ്ങളെ, വിശ്വാസികളെ, ഞാനും നിങ്ങളും. നമുക്കും അതേ മാർഗത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ നാം രക്ഷപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നമൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നിരിക്കൽ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പുകളിൽ നിന്നും ഒരു പൂന്തോപ്പാണ്. ഔ ഹുഫറത്തും മിൻ ഹുഫരി നാർ, അല്ലെങ്കിൽ നരകത്തിലെ കുഴികളിൽ ഒരു കുഴിയായിരിക്കും. 2ൽ 1 ഖബർ. വെറും മണ്ണല്ല. അത് ഭൗതികവാദി പറയുന്നതാണ്, അത് പിശാചുക്കൾ പറയുന്നതാണ്. ഖബർ ഒന്നിരിക്കൽ സ്വർഗ്ഗ പൂന്തോപ്പാണ്, അല്ലെങ്കിൽ നരക കുഴികളിൽ ഒരു കുഴിയാണ്. സ്വർഗ്ഗത്തോപ്പാക്കണമോ, അതായത് സ്വർഗത്തിൽ നിന്നും വിരിപ്പ് വിരിക്കണമോ, സ്വർഗത്തിലെ തലയണ നമുക്ക് ലഭിക്കണമോ? നം കനൗമത്തിൽ അറൂസ്, ഒരു പുതുമാപ്പിള അവൻ വിവാഹം കഴിച്ച് ആദ്യത്തെ ദിവസം മണവാട്ടിയോടൊപ്പം അവൻ ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ താമസിക്കുമ്പോൾ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അതേപോലെ ഉറങ്ങിക്കോളാനാ മലക്കുകളുടെ ഓർഡറുള്ളത്. അവൻ പറയും, അല്ല, എനിക്ക് അസറിൻ്റെ സമയമായി, സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അവന് തോന്നുന്നു. ദഊനി ഉസല്ലി, അവൻ പറയുമെന്നാ, വിട്, ഞാൻ നിസ്കരിക്കട്ടെ. നിസ്കാരവുമായി ബന്ധമുള്ളവനാണെങ്കിൽ പറയും, ദഊനി, സംസാരിക്കാൻ സമയമില്ല, എന്നെ വിട്, ഉസല്ലി, ഞാൻ നിസ്കരിക്കട്ടെ. മലക്കുകൾ പറയും, ഇല്ല, നീ ഉറങ്ങിക്കോ, നല്ല റാഹത്തായിട്ട്. ഇങ്ങനെ നമ്മളോട് പറയണം സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് പറയണം, നമ്മുടെ ഇണകളോട് പറയണം. അതിനായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ മാതാപിതാക്കളെ കബൂലാക്കട്ടെ, നമ്മുടെ മക്കളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ശേഷിക്കുന്നവരെ അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായി അള്ളാഹു കബൂലാക്കട്ടെ.
ഖുർആനിൻ്റെ വാഹകരും ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരും ഖുർആനിലേക്ക് ദഅവത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കി യഥാർത്ഥ അടിമകളാക്കി അള്ളാഹു നമ്മെയും അവരെയും മുഴുവൻ വിശ്വാസിനികളെയും അള്ളാഹു കബൂലാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. 30 ആയത്തുകളുള്ള നല്ലൊരു മുബാറക്കായ ആയത്താണ്, സൂറത്താണ് സൂറ അൽ മുൽക്ക്. ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. കൂടാതെ റസൂൽ അത് നിത്യം ഓതി കാണിച്ചു. എല്ലാ ദിവസവും 30 ആയത്തുള്ള അധ്യായം രാത്രി ഒരാൾ ഓതിയാൽ അവന് മുൻജിയാത്താണ് മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും. അതിൻ്റെ തുടക്കം തന്നെ തബാറക്ക എന്നാണ്, അതായത് ബർക്കത്തുള്ളവൻ എന്നാണ്. അല്ലദീ ഒരുത്തൻ ബിയദിഹിൽ മുൽക്ക്, അവൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അവന് കഴിവുണ്ട്. അല്ലദീ ഖലഖൽ മൗത്ത്, അവൻ്റെ പ്രത്യേകത എന്താ? അവനാണ് മരണം സൃഷ്ടിച്ചത്. വൽ ഹയാ, ജീവിതവും സൃഷ്ടിച്ചത്. അപ്പോൾ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാത്തിനും കഴിവുള്ളവനുമായ അള്ളാഹു നന്മയും ബറക്കത്തുമുള്ളവനാണ്. അപ്പോൾ മരിക്കുന്നതും നന്മയാണ്, ജീവിക്കുന്നതും നന്മയാണ്. നന്മയാക്കി നാം മാറ്റണം നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും. എൻ്റെ സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ ജീവിപ്പിച്ചത്, നമ്മെ മരിപ്പിക്കുന്നത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നന്മ പ്രവർത്തിക്കുന്നതെന്നെനിക്ക് നേരിട്ട് പ്രവൃത്തിയിലൂടെ അറിയാൻ വേണ്ടിയാണ്. രഹസ്യമായി അള്ളാഹുവിന് അറിയാം നമ്മിൽ നിന്നും ആരാണ് നല്ലവനെന്ന്. പക്ഷേ അത് പ്രവൃത്തിയിലൂടെ തന്നെ കാണിച്ച് അവന് ആ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും അവനെക്കൊണ്ട് തന്നെ സമ്മതിപ്പിച്ചതിന് ശേഷം ഞാൻ നരകത്തിനർഹന, ഞാൻ സ്വർഗത്തിനർഹന, വലത് കൈയിൽ എൻ്റെ കിതാബ് വാങ്ങാൻ ഞാൻ അർഹന, ഇടത് കൈയിലെ എനിക്ക് ലഭിക്കാവൂ എന്ന് എന്നെക്കൊണ്ട് തന്നെ നമ്മെക്കൊണ്ട് തന്നെ സമ്മതിപ്പിക്കാനാണ് അള്ളാഹു തൽക്കാലം ഒരു ജീവിതവും നമുക്കിവിടെ നൽകിയത്. അത് നഷ്ടപ്പെടുത്തരുതേ, കളഞ്ഞു പൊളിക്കരുതേ. അവസരങ്ങൾ ഉപയോഗിക്കണേ. അവസരങ്ങൾ ഉപയോഗിച്ച് റബ്ബിൻ്റെ അടുക്കലേക്ക് സന്തോഷവാനായി അള്ളാഹുവിൻ്റെ ഖലീൽ പറഞ്ഞതുപോലെ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു സമ്പത്തും ഒരു മക്കളും ഒരു പ്രതാപവും ഒരു അധികാരവും ഒന്നും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം, അവനവൻ തന്നെ രക്ഷപ്പെട്ട ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവർക്കല്ലാതെ ഒരു നിർവാഹവുമില്ലാത്ത ഒരു ദിവസം. ആ ദിവസത്തെയാണ് നാം പേടിക്കേണ്ടത്. അതിനാ യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്. അതിലേക്കുള്ള കവാടത്തിൻ്റെ ഒന്നാണ് ഖബർ എന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ബർക്കത്തും ഖൈറുമുള്ള രക്ഷിതാവ് മരണവും ജീവിതവും ബർക്കത്തായ നിലയിലാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത്. മരിക്കൽ റാഹത്താണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, കലിമ പറഞ്ഞുകൊണ്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനും ദാസിയും ആയിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം.
ഒരാളെങ്ങാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹിൻ്റെ റസൂലേ ജീവിച്ചിരിക്കുമായിരുന്നുള്ളൂ. പക്ഷേ നമ്മിൽ നിന്നും എത്രയോ ആളുകൾ 80 വയസ്സായവരുണ്ട്, 100 വയസ്സായവരുണ്ട്. റസൂലും 63 അല്ലാഹുമ്മ റഫീഖൽ അഅ്ല, പടച്ചോനെ ഇവിടെയുള്ളതല്ല, ഉന്നതമായ ചങ്ങാതിമാർ, സ്നേഹിതന്മാർ, ആത്മമിത്രങ്ങൾ അവിടെയുണ്ട്, അവരോടൊപ്പം എന്നെ ചേർക്കണേ എന്നാ റസൂൽ പറഞ്ഞുകൊണ്ട് പോയത്. അല്ലാഹുമ്മ റഫീഖൽ അഅ്ല, അല്ലാഹുവേ എൻ്റെ ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ കാലം, വെറും 63. നമ്മളൊക്കെ 70, 80, 90 ഒക്കെ വയസ്സായ ആളുകൾ ഇവിടെയുണ്ട്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ നീട്ടി കൊടുക്കാമായിരുന്നു. എത്ര നീട്ടിയാൽ എന്താ പ്രശ്നം? ആരോഗ്യമുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ലല്ലോ. പക്ഷേ അള്ളാഹു കൊടുത്തില്ല, റസൂൽ അതിന് ആവശ്യപ്പെട്ടതും ഇല്ല. അള്ളാഹുവിൻ്റെ തീരുമാനം വരുമ്പോൾ അത് സ്വീകരിച്ച് സംതൃപ്തിയോടുകൂടി പോയി. മരിക്കാൻ നേരത്ത് മോളോടൊരു ഉപദേശം നൽകി, ഒരു വസിയത്ത് നൽകി, മോളെ എൻ്റെ അടുക്കലേക്ക് ആദ്യം വരുന്നത് മോളായിരിക്കൂട്ടോ. വാപ്പ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയെങ്കിലും ഞാനുമായി ആദ്യം സന്ധിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ മോളായിരിക്കും. മോള് സന്തോഷിക്കുക ചെയ്തത്, കരയുകയല്ല. ഞാൻ തീർന്നേ, ഞാനിനി എനിക്കൊരു രക്ഷയില്ലേ എന്ന് പറയുകയല്ല ചെയ്തത്. ഉന്നാര ബീവി ഫാത്തിമ, കരളിൻ്റെ കഷ്ണം, സന്തോഷിക്കുക ചെയ്തു. കാരണം ആ ജീവിതത്തെ അവർ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. ആ റസൂലിൻ്റെ അനുയായികളാണ് സഹോദരങ്ങളെ നാം. ആ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ അനുയായികളാണ് സഹോദരിമാരെ നാമും, നമ്മുടെ മക്കളും, നമ്മുടെ മാതാക്കളും, ഭാര്യമാരുമെല്ലാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബറക്കത്തായ മരണത്തിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇസ്രാ മിഅറാജിൻ്റെ യാത്രയിൽ എൻ്റെ പിതാവ് ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടുമുട്ടി. വഖാലലി, എന്നോടെൻ്റെ വാപ്പ പറഞ്ഞു, മോനെ മുഹമ്മദെ, അക്രി ഉമ്മത്തക്ക മിന്നി അസ്സലാം, നീ തിരിച്ചു ചെല്ലുമ്പോൾ നിൻ്റെ സമുദായത്തോട് എൻ്റെ സലാം പറയണം, അഥവാ നമ്മളോടൊക്കെ സലാം പറയണം. വാസ്ബിർഹും, എന്നിട്ട് അവരോട് പറയണം. വാപ്പ പറയുന്നുണ്ട്, അന്നൽ ജന്നത്ത് ത്വയ്യിബത്തു തുർബ, മക്കളെ സ്വർഗം എന്നത് പരിശുദ്ധമായ നല്ല മണ്ണാണ്. അദബത്തുൽ മാ, നല്ല വെള്ളമാണ് അവിടെയുള്ളത്. വനഹ ഖീആനുൻ, ഒരു കുന്നും മലയും മേടും ഒന്നുമില്ല, സമമായ തരിശായ ഭൂമിയാണ്. വന ഖിറാസഹ, അവിടെ കുറേ കൃഷികൾ ചെയ്യണം, കുറേ തൈകൾ നടണം, കുറേ ചെടികൾ നടാം. മക്കളോട് പറ, സമുദായത്തോട് പറ. ഏതാണതെന്ന് ചോദിച്ചു വാപ്പ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് എന്നതും അൽഹംദുലില്ലാഹ് എന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അല്ലാഹു അക്ബർ എന്നതും 4 ചെടികളാണ്. സഹോദരങ്ങളെ, ആവശ്യത്തിനനുസരിച്ച് നട്ടുകൂട്ടുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കൊയ്തെടുക്കാം, നമുക്കത് നിത്യമാക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ